ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് ദനിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സമ്പന്നനാകുക, കോടീശ്വരനാകുക, ഒരുപാട് പണം സമ്പാദിക്കുക എന്നൊക്കെ. എല്ലാവർക്കും ഫിനാൻഷ്യലി ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് നമ്മൾ പണം സമ്പാദിക്കുക എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സമ്പന്നനായി ജീവിക്കുക, കോടീശ്വരനായി ജീവിക്കുക എന്നൊക്കെ. അപ്പോൾ ഈ ജോസഫ് മർഫിയുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ബുക്കാണത്. അപ്പോൾ അതിലുള്ളൊരു കഥയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥയാണ് ഞാൻ പറയുന്നത്. അതായത് ഉറങ്ങിക്കൊണ്ട് നമുക്ക് സമ്പന്നരാകാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അതാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഉറങ്ങിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സമ്പന്നനാവാൻ നോക്കാം. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ഉറക്കം വരുന്ന ആ സമയത്ത് നമ്മൾ ഈ സമ്പത്ത് എന്നൊരു വാക്ക്, ഈ ഒരു സമ്പത്ത് എന്ന വാക്ക് ഉറക്കെ ഉച്ചരിച്ചു കൊണ്ട് അതൊരു എന്താ പറയുക, താരാട്ട് പാട്ട് പോലെ നമ്മൾ കേട്ട് പറഞ്ഞ് ആ ഒരു ഫീലിൽ വേണം നമ്മൾ ഉറക്കത്തിലേക്ക് പോവാൻ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഗുണങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. കാരണം ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്ത് നിങ്ങളിലേക്ക് തിരമാല പോലെ അടിച്ച് കയറി വരുന്നത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി ചെയ്തു നോക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ പറയുക, നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ശക്തിയാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിട്ട് അതാണ് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങളൊരു കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഡെയിലി നമ്മൾ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ കച്ചവടം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ സമ്പത്ത് കൂടിക്കൂടി വരുന്നു, എൻ്റെ കടയിലേക്ക് വരുന്ന ആളുകൾ കൂടിക്കൂടി വരുന്നു, എനിക്ക് എപ്പോഴും നല്ല തിരക്കാണ്, എനിക്ക് എപ്പോഴും കൂടുതൽ പണം എൻ്റെ വാലറ്റിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കൂ. അപ്പം നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും. കാരണം നിങ്ങളുടെ ഇന്നലെ ഉള്ള പോലെ ആയിരിക്കില്ല എന്നാൽ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ പണം നിങ്ങളിലേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണ്. ഇത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ടെക്നിക്കാണ് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരു കടം, ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ അവർ ചിന്തിക്കുക, എൻ്റെ കയ്യിൽ പണമില്ല, ഇപ്പോൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നിങ്ങൾ സമൃദ്ധിയെയും സമ്പത്തിനെയും പണത്തെയും കുറിച്ച് മാത്രം എപ്പോഴും മനസ്സിൽ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് നമ്മളിലേക്ക് എപ്പോഴും പണം നമ്മൾ സമ്പന്നനാക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, ഞാനിനി എന്ത് ചെയ്യും, നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥലം അത് നഷ്ടമാവുമല്ലോ, ഈ രീതിയിലാണ് നമ്മളെ ചിന്താഗതിയെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നടക്കുക. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ എപ്പോഴും സമ്പന്നനാണ്, ഞാൻ പണക്കാരനാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ പ്രോപ്പർട്ടി വാങ്ങും, ഞാൻ കാറ് വാങ്ങും, ഞാൻ വീട് വാങ്ങും. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയൊരു ബിഗ് ടൂള് നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവ തേടി പോകുന്നത് എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ തോന്നും. കാരണം എല്ലുമുറിയെ പണിയെടുക്കുന്ന ഒരാൾ ഒരിക്കലും സമ്പന്നനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ സാധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24 മണിക്കൂർ ചിലർ പണി എടുക്കുന്നുണ്ടാവും. അവർ സമ്പന്നനായി കണ്ടിട്ടുണ്ടോ? അവരൊരു കാറ് വാങ്ങിയിട്ടുണ്ടോ? നല്ലൊരു വീട് വെച്ചിട്ടുണ്ടോ? ഇതൊന്നും നമ്മളെ മുന്നിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഓരോരോ സത്യങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ കോടീശ്വരന്മാരായിട്ടുള്ള പണക്കാരായിട്ടുള്ള ആളുകളെ നോക്കൂ. ഒരിക്കലും അടുത്ത് പണമില്ല എന്ന രീതിയിൽ അവരൊരിക്കലും ജീവിക്കൂല. അവർക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവരെപ്പോഴും ഒരു സമ്പന്നൻ്റെ രീതിയിൽ മാത്രമാണ് അവർ ജീവിക്കുക. ഇതാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് എത്രത്തോളം നമുക്ക് സമ്പന്നത ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നമ്മൾ എന്തൊക്കെ ഇഷ്യൂസ് നമ്മളെ ലൈഫിൽ ഉണ്ടായിക്കോട്ടെ എങ്കിലും നമ്മൾ ഒരിക്കലും
എന്താ പറയുക, നമ്മളൊരിക്കലും ഒരു പാവപ്പെട്ടവനാണ്, എനിക്ക് ഇന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല എന്ന രീതിയിൽ ഒരിക്കലും ചിന്തിക്കാതെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ യൂസ് ചെയ്ത് നമ്മൾ എപ്പോഴും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തുക. ഇതന്നെ ഏത് സമയം നമ്മൾ 24 hours നമ്മൾ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണം കണ്ടെത്താനുള്ള ഓരോരോ മാർഗം നമ്മളിലേക്ക്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്, യൂണിവേഴ്സ് ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് പല രീതിയിൽ കൂടി നമുക്കത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക്, അതായത് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എല്ലാത്തിനും റിലാക്സ് ആയി വേണമെങ്കിൽ നിങ്ങളൊരു ഒരു 5-10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കം നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഉറക്കെ പറയുക സമ്പത്ത് 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 സമ്പത്ത്, ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോവുക. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം നമ്മളിലേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും. അത്രയും പവർഫുള്ളാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിലേക്ക് പണം ഒരു തിരമാല പോലെ അടിച്ചടിച്ച് കയറി വരുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ബ്ലിസ് വിത്ത് ധന്യ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ ടെക്നിക്കുകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ലവ് യു.